ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഫസ്റ്റ്, മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്. An investment strategy is a set of rules, behaviors or procedures designed to guide an investor's selection of an investment portfolio. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്നതിൽ ഇൻവെസ്റ്റേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ഓർ പ്രൊസീജിയേഴ്സ്, ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ വെൽ പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഇസ് എസെൻഷ്യൽ ബിഫോർ മേക്കിംഗ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ബെറ്റർ ആയിട്ടുള്ള ഏർണിങ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടത്. Investment strategy is defined as a set of rules, definite behavior or procedures guiding an investor to choose his investment portfolio. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ്, ഡെഫിനിറ്റ് ബിഹേവിയർ ഓർ പ്രൊസീജിയർ, ഇതൊക്കെയാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇതിൽ ഫസ്റ്റ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ചില ഇൻവെസ്റ്റേഴ്സ് പാസീവ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്വന്തം പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ കോമൺ സ്റ്റോക്കിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പാസീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് സ്ട്രാറ്റജി സിംപ്ലി ഇൻവോൾവ്സ് ബൈയിങ് എ സെക്യൂരിറ്റി ആൻഡ് ഹോൾഡിംഗ് ഇറ്റ് അണ്ടിൽ ഇറ്റ്സ് മെച്യൂരിറ്റി. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാസീവ് സ്ട്രാറ്റജി പറഞ്ഞാൽ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടൊരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്ത സെക്യൂരിറ്റി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സെയിൽ ചെയ്യുക, പിന്നെ ബൈ ചെയ്യുക, ആ രീതിയിൽ ചെയ്യില്ല. നമ്മളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മെച്യൂരിറ്റി വരെ അത് കയ്യിൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. പുറത്ത് ഇവിടെ നോ ആക്റ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്സ് വൺസ് പോർട്ട്ഫോളിയോ ഇസ് ക്രിയേറ്റഡ്. ഇവിടെ ഒരു തവണ നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കില്ല. നമ്മൾ ആ പോർട്ട്ഫോളിയോ അതിൻ്റെ മെച്യൂരിറ്റി വരെ, ഓരോ സെക്യൂരിറ്റീസും അതിൻ്റെ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യും. Passive investors will purchase investment with the intention of long-term appreciation and limited maintenance. അപ്പോൾ പാസീവ് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ലോങ് ടേം അപ്രീസിയേഷൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേമിൽ ക്യാപിറ്റൽ ഗെയിൻ കിട്ടണം. അതുപോലെ തന്നെ ലിമിറ്റഡ് മെയിൻ്റനൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും ഒക്കെ നമുക്ക് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ആ കൺസ്ട്രെയിൻസിനൊക്കെ ഓവർകം ചെയ്തിട്ട് അവിടെ ലോവർ ആയിട്ടുള്ള മെയിൻ്റനൻസ് വെക്കുക. ഈ രണ്ട് ഇൻറ്റൻഷനോടെയാണ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻവെസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഫാറ്റലിസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? പാസീവ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ദേ ഡോണ്ട് സീക്ക് ടു ഔട്ട് പെർഫോം ദ മാർക്കറ്റ് ബട്ട് സിംപ്ലി ടു ഡു ലൈക്ക് മാർക്കറ്റ് ഡൂയിങ്. അവരൊരിക്കലും എന്ത് വിചാരിക്കില്ല, മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട് പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. അവരെങ്ങനെയാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂവ് ചെയ്യാം. മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളാണ് പാസീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരൊരിക്കലും മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഇൻറ്റൻഷനുള്ള ആളുകളല്ല. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദി എഫിഷ്യൻറ്റ് മാർക്കറ്റ്. പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ള അസംഷൻ ആണ് മാർക്കറ്റ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ആണെന്നുള്ളത്. അപ്പം പാസീവ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ആയിട്ടാണ് വ്യൂ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഡസൻറ്റ് ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് റാപ്പിഡ്ലി ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ഷോർട്ട് ടേം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഷോർട്ട് ടേമിൽ മാർക്കറ്റിൽ ഒരുപാട് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒന്നും പാസീവ് ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. അവർ മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ മൂവ് ചെയ്തിട്ട് മെച്യൂരിറ്റി ടൈമിൽ അതിൽ എത്ര അപ്രീസിയേഷൻ കിട്ടും അതിനെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Passive investors rely on their belief that in the long term the investment will be profitable. അപ്പം പാസീവ് ഇൻവെസ്റ്റേഴ്സിൻ്റെ മെയിൻ ബിലീഫ് ഇതാണ്, ലോങ് ടേമിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് ബെനിഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക ലോങ് ടേമിലാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പാസീവ് ഇൻവെസ്റ്റിംഗ് റിക്വയർസ് ഗുഡ് ഇനീഷ്യൽ റിസർച്ച്, പേഷ്യൻസ് ആൻഡ് എ വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. നമ്മൾ പറഞ്ഞു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ
ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ കറക്റ്റായിട്ട് ഗുഡായിട്ടുള്ള ഇനീഷ്യൽ റിസർച്ച്സും നല്ല രീതിയിൽ പേഷ്യൻസോടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് പറയുന്നത്. പേര് പോലെ തന്നെയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് സിംപ്ലി ബൈ എ സ്റ്റോക്ക് ആൻഡ് ഹോൾഡ് അണ്ടിൽ ഇറ്റ്സ് മെച്യൂരിറ്റി ടു മീറ്റ് സം ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിംപ്ലി എന്ത് ചെയ്യും, ഒരു സ്റ്റോക്കിനെ പർച്ചേസ് ചെയ്യും, എന്നിട്ടത് മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യും. അതിനെയാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റർ എയിംസ് ടു അവോയ്ഡ് റെപ്പറ്റീഷൻ ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അഡീഷണൽ റിസർച്ച് കോസ്റ്റ് എക്സെട്ര. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തൊക്കെയാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ആക്റ്റീവ്ലി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതുപോലെ അഡീഷണൽ ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള കോസ്റ്റ്, ഇതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഇൻവെസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഇഫ് എ സെക്യൂരിറ്റി ഈസ് സാറ്റിസ്ഫാക്ടറി ദേ കീപ് ദം. അവർ ഒരു സെക്യൂരിറ്റി അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അവരത് കീപ്പ് ചെയ്യും. അതർവൈസ് ദേ സോൾഡ് ഓർ റീപ്ലേസ് വിത്ത് അതർ സെക്യൂരിറ്റീസ്. അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ടറി അല്ലാന്നുണ്ടെങ്കിൽ അതവർ സോൾഡ് ചെയ്ത് അതിന് പകരം വേറെ സെക്യൂരിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യും. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് വരികയും ചെയ്യും. പക്ഷെ മാക്സിമം അവരെന്താ ചെയ്യുന്നുണ്ടായിരിക്കുക, റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്ത് ട്രാൻസാക്ഷൻ കോസ്റ്റും അഡീഷണൽ റിസർച്ച് കോസ്റ്റും ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പോർട്ട്ഫോളിയോസ്. എല്ലാ രീതിയിലുള്ള സ്മോൾ ആൻഡ് ലാർജ് പോർട്ട്ഫോളിയോസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി. നെക്സ്റ്റ് വൺ ഇൻഡെക്സിങ് സ്ട്രാറ്റജിയാണ്. മോസ്റ്റ് കോമൺലി ഫോളോഡ് പാസീവ് സ്ട്രാറ്റജിയാണ് ഇൻഡെക്സിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സിങ് സ്ട്രാറ്റജി എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഇൻഡെക്സ് എന്ന്. അപ്പം ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ടോട്ടൽ സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. അപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എന്താണ്, നിഫ്റ്റിയാണ്. ആ രീതിയിൽ ഈ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ എന്താണ്, അവിടെ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസിൽ എന്ത് മാറ്റമാണ് ഇന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ് ബേസിലായിരിക്കും. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന 50 ടോപ്പ് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ 6 months കൂടുന്ന സമയത്തും ഈ 50 കമ്പനീസിനെ ഷഫിൾ ചെയ്യുന്നുണ്ട്. മീൻസ് എന്താണ്, ഓരോ 6 months കഴിയുമ്പോഴും 2 കമ്പനികൾ ഔട്ടാവുകയും വേറെ 2 കമ്പനികൾ അതിലേക്ക് എൻ്റർ ആവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. നെക്സ്റ്റ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും കമ്പനീസിൻ്റെ ബേസിൽ നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്നതാണ് ഇൻഡെക്സ് ഫണ്ട്സ്. അപ്പം ഒരു സെക്യൂരിറ്റി മാർക്കറ്റിനെ ഇൻഡെക്സിനെ സെയിം രീതിയിൽ കോപ്പി ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, an index fund is a fund which exactly copy the index. ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ എക്സാക്ട്ലി കോപ്പി ചെയ്യുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ 6 months കഴിയുന്ന സമയത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് ഫണ്ടും നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പറയാം, ഇൻവെസ്റ്റിംഗ് ഇൻ എ ഇൻഡെക്സ് ഫണ്ട് ഈസ് എ ഫോം ഓഫ് പാസീവ് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ പാസീവ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയുടെ ഒരു ഫോമാണ് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദേ ആർ ഓഫൺ കോൾഡ് ബെഞ്ച് മാർക്സ് ആൻഡ് റീകൺസ്ട്രക്റ്റഡ് ഓൺ റെഗുലർ ബേസിസ് ബൈ കമ്മിറ്റി മോസ്റ്റ്ലി 6 months. നമ്മൾ പറഞ്ഞു ഓരോ 6 months കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിനെ നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, ഇൻഡെക്സിലുള്ള കമ്പനീസ് ചേഞ്ച് ചെയ്യും. അപ്പം ഇതിനെ വിളിക്കുന്നത് ബെഞ്ച് മാർക്സ് എന്നാണ്. അപ്പോൾ ബെഞ്ച് മാർക്ക്, ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്, അതെന്ന് പറയുന്നത് എന്താണ്, ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇൻഡെക്സ് മാറുന്നതിനനുസരിച്ച് റിവൈസ് ചെയ്യേണ്ട ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് വേ ടു ഇൻവെസ്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളതും എന്നാൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വേ ആണ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ
മ്യൂച്വൽ ഫണ്ട്സ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ട്രാക്ക് ദി പെർഫോമൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡെക്സ്. ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിൻ്റെ പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. An index fund is an investment fund that attempts to replicate the performance of a given index of stocks or some other investment type. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് ഒരു ഗിവൺ ആയിട്ടുള്ള ഏതാണോ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് വരുന്നത് അതിൻ്റെ പെർഫോമൻസ് പോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ, ആ ഒരു പെർഫോമൻസിനെ വീണ്ടും കോപ്പി ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. When the index decreases in value, the fund's share decreases as well and vice versa. അപ്പോൾ നമ്മൾ പറഞ്ഞു റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അതിനെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇൻഡെക്സ് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഡിക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടിലും എന്തുണ്ടാവും? ഡിക്രീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഫണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ എന്താണ്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഓൺ ഗോയിങ് പ്രോസസ് ആയിട്ട് എന്ത് ചെയ്യാണ്? സെക്യൂരിറ്റീസിനെ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ വെക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തിക്കൊണ്ടിരിക്കും. ദ ഇൻവെസ്റ്റേഴ്സ് അസ്യൂം ദാറ്റ് ദ റാപ്പിഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ബെനിഫിഷ്യൽ ദാൻ ഹോൾഡിംഗ് ഇറ്റ്. അപ്പം നമ്മൾ പാസീവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സ് അവിടെ ബിലീവ് ചെയ്യുന്നത് എന്താണ്? റാപ്പിഡ്ലി ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്നാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇൻവെസ്റ്റേഴ്സ് അസ്യൂം ചെയ്യുന്നതാണ് റാപ്പിഡായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നതാണ് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ ബെനിഫിഷ്യൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫ്രീക്വൻ്റ്ലി ചെയ്യുന്നതാണെന്നാണ് ഇൻവെസ്റ്റേഴ്സ് അസ്യൂം ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ബെനിഫിറ്റ് ഫ്രം സ്മോൾ ഫ്ലക്ച്വേഷൻസ് ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസസ് ഇൻ ദി സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി മാർക്കറ്റിൽ ചെറിയ ചേഞ്ചസ്, സ്മോൾ ഫ്ലക്ച്വേഷൻസ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഉണ്ടായാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ബെനിഫിറ്റ് റിസീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ദെയർ പോർട്ട്ഫോളിയോ ആൻഡ് ഹൈലി ഇൻവോൾവ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പോർട്ട്ഫോളിയോ മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്ന, സ്മോൾ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പറയാം ഹൈലി ഇൻവോൾവ്ഡ് ആയിരിക്കും ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ആക്റ്റീവ് സ്ട്രാറ്റജീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണെന്നും ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ടെക്സ്റ്റിലുണ്ട്, അത് വായിച്ച് നോക്കാം. താങ്ക് യു.